ആരാണ് രാജീവ് ചന്ദ്രശേഖർ? ഇന്ത്യൻ വ്യോമസേനയിൽ എയർ കമ്മഡറായിരുന്ന കെ ചന്ദ്രശേഖരന്റെയും ആനന്ദവല്ലിയുടെയും മകനായി 1964 മെയ് 31 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ചിക്കാഗോയിലെ ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദവും നേടി. 1988 മുതൽ 1991 വരെ അമേരിക്കയിലെ ഇന്റൽ കമ്പ്യൂട്ടർ കമ്പനിയിൽ കമ്പ്യൂട്ടറിന്റെ ചിപ്പ് പ്രോസസ്സർ നിർമ്മിക്കുന്ന IIT ഉദ്യോഗസ്ഥനായി ജോലി നോക്കി. 1991 BPL ഗ്രൂപ്പ് ചെയർമാൻ TPG നമ്പ്യാരുടെ മകളെ വിവാഹം ചെയ്ത ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1991 BPL കമ്പനിയിൽ ചേർന്ന് 1994 BPLന്റെ തന്നെ മൊബൈൽ ഫോൺ കമ്പനി രൂപീകരിച്ചു. 2005 അതിന്റെ 64% ഓഹരികൾ SR ഗ്രൂപ്പിന് വിൽപ്പന നടത്തി കൈമാറി. രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച BPL മൊബൈൽ കമ്പനി ലയനശേഷം വോഡാഫോൺ SR കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2005 രാജീവ് ചന്ദ്രശേഖർ ജുപ്പിറ്റർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി. ഇപ്പോൾ അത് $800 മില്യൺ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം 2006 ബിജെപിയിൽ ചേർന്നതോടെയാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 2006 കർണാടകയിൽ നിന്ന് BJP സ്വതന്ത്രനായി രാജ്യസഭാംഗമായ അദ്ദേഹം പിന്നീട് 2 തവണ കൂടി രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 മുതൽ 2024 വരെയുള്ള 18 വർഷം BJP ടിക്കറ്റിൽ രാജ്യസഭാംഗമായിരുന്ന രാജീവ് 2021 മുതൽ 2024 വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ 2020 മുതൽ BJPയുടെ ദേശീയ വക്താവാണ്. 2024 ലോക്സഭ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും സിറ്റിംഗ് MPയായ ശശി തരൂരിനോട് പരാജയപ്പെട്ടു. BPL ഗ്രൂപ്പിന്റെ സ്ഥാപകനായ TPG നമ്പ്യാറിന്റെ മകളായ അഞ്ജു ചന്ദ്രശേഖരനെ 1991 വിവാഹം ചെയ്തു. വേദ്, ദേവിക എന്നിവർ മക്കളാണ്. തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലെ തറവാട് വീട്.